രണ്ട് കാലിന് മുട്ടുവേദനയായിരുന്നു. ആ സമയത്ത് വേറെ 2-3 സ്ഥലത്തൊക്കെ ഞാൻ പോയിരുന്നു, ഇംഗ്ലീഷ് കഴിച്ചു. അപ്പൊ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്നാണ് പറയണത്. സ്റ്റെപ്പ് പിടിച്ചിറങ്ങിയ കൈ കുത്തിയായിരുന്നു പിന്നെ കയറണത്. ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. ഈ മരുന്ന് ആ കൊച്ചിൻ്റെ വകയിൽ കൊണ്ടുവന്ന് എൻ്റെ മോനും കൂടി സഹായിച്ചുകൊണ്ട് ഈ നിലയിൽ ഇപ്പോൾ എനിക്ക് 2 കൊല്ലമായിട്ട് പണിക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഇതെൻ്റെ മോനും ആ കൊച്ചും എനിക്ക് ഇടപെട്ട് തന്നില്ലെങ്കിൽ ഞാനിപ്പോൾ നടക്കുന്നില്ല. എല്ലാ സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നല്ലതാണ്. മെയിൻലി തേയ്മാനത്തിന്റെ ഇഷ്യൂന് വളരെ നല്ലതാണ്. നീന്തൽ പഠിപ്പിക്കുന്ന ആശാന് നമ്മളെ രമണാടിനുണ്ട്, അതേപോലെ തന്നെ ഷാജിയാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത്? എനിക്ക് നടുവേദന, മുട്ടുവേദന, കഴുത്തിന്റെ ഇവിടെയുള്ള വേദന, ശരീരം മൊത്തം വേദനയായിരുന്നു. ഒരുപാട് ഹോസ്പിറ്റലുകളിലൊക്കെ പോയി ഒരുപാട് മരുന്ന് കഴിച്ച് എന്നിട്ടൊന്നും കുറവ് കിട്ടിയില്ല. നമ്മുടെ ഒരു സുഹൃത്ത് എന്നോട് പറയുകയുണ്ടായി, ഒരു ഓയിലുണ്ട്, അപ്പൊ അത് മേടിച്ച് അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിന്റെ ഗുണം കണ്ടത്. ഷാജിയുടെ ബുദ്ധിമുട്ട് എന്തായിരുന്നു? എനിക്ക് കാലുവേദന, ഈ വെരിക്കോസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വെരിക്കോസിന് ഈ കുഴമ്പ് ഇടാൻ തുടങ്ങി കഴിഞ്ഞപ്പോ പിന്നെ വെരിക്കോസിന് വരെ മാറ്റം ഉണ്ടായി. എനിക്ക് മാറ്റം ഉണ്ടായിരുന്നു. ഓരോ ആളുകളുടെയും ഉള്ളിൽ തട്ടിയുള്ള അനുഭവങ്ങളാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിലോ പരിസരത്തോ ആരെങ്കിലും ഒരു വേദന അനുഭവിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അമ്മയിൽ തുടങ്ങി പാരമ്പര്യമായിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മകളിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാഴ്ച നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇല നമ്മുടെ കയ്യിലിട്ടൊന്ന് കശക്കി കഴിഞ്ഞതിന്റെ ഞരമ്പുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ ഞരമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസിനും വളരെ ബെനിഫിഷ്യൽ ആണ്. ഇതൊക്കെ എവിടുന്നാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? എനിക്ക് നടുവേദനയും മുട്ടുവേദനയായിരുന്നു പ്രധാനം. അപ്പൊ ഞാനൊരു വീണപ്പോഴത്തേക്ക് എനിക്കൊരു മലേറിയ കൂടുതലായി വന്ന് ഞാൻ 2-3 ദിവസം റെസ്റ്റ് എടുത്തു. അപ്പം വേറെ ടോം എന്ന് പറഞ്ഞ കൂത്താട്ടോളത്തുള്ള സാറ് തൈലം കൊണ്ട് തരും. അത് 2-3 പ്രാവശ്യമായിട്ട് പുരട്ടിയപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ഇരിക്കാനും പറ്റുന്നുണ്ട്, നിൽക്കാനും വളയാനും ഒക്കെ പറ്റുന്നുണ്ട്. നമ്മുടെ ഇതൊരു മിറാക്കിൾ ഓയിലാണ്. അതായത് വെരിക്കോസിന്, പെയിൻ കില്ലറിന്, തേയ്മാനത്തിന്, എല്ലാ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് എല്ലാത്തിനും കൂടി നമ്മുടെ ഒറ്റ ഓയിലാണ് ഇവിടെ കൊടുക്കുന്നത്. മുട്ടിന്റെ ലിഗമെന്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർത്തോ ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. കാലിന്റെ നീരും മാറുന്നില്ല, കാലിന് വേദന, നിലത്ത് കാല് കുത്താൻ പറ്റത്തില്ല. ആ അവസരത്തിലാണ് നമ്മൾ ഈ ഒരു തൈലത്തെ പറ്റി അറിയുന്നത്. ആ തൈലം വരുത്തി ഒരു 3 ആഴ്ച ഉപയോഗിച്ചപ്പോഴത്തേക്ക് കാലിന്റെ നീരും വേദനയും മാറി. FG റോഡിൽ നിന്ന് വന്നിരിക്കുന്ന എറണാകുളം ജില്ലയിൽ കണ്ടനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിഹാരി ഹെർബൽസിൽ ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്ന വേദനകൾ, നമ്മളിന്ന് ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരാൾക്കെങ്കിലും ഉണ്ടാവും എന്തെങ്കിലും ഒരു പെയിൻ. അതായത് ഒന്നുകിൽ കൈവേദനയായിരിക്കാം, കഴുത്ത് വേദനയായിരിക്കാം, നടുവേദനയായിരിക്കാം, മുട്ടുവേദനയായിരിക്കാം. ഇങ്ങനെയുള്ള പല വേദനകളും പെയിനുകൾക്കുള്ള ഒരു നല്ല അടിപൊളി ഒരു തൈലം ഇവിടെ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടത്തേക്ക് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ്, ഇതിന്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാറുണ്ട്, എന്തൊക്കെ ഇതിൽ ചേർക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാറുണ്ട്. നേരെ നിഹാരി ഹെർബൽസിന്റെ വിശേഷങ്ങളിലേക്ക്. നിഹാരിയിലെ ശ്രുതിയാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. ഇവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ, ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? ഇപ്പൊ നമ്മൾ ഏകദേശം 20 years ആയി സ്റ്റാർട്ട് ചെയ്തിട്ട്. നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ എൻ്റെ അമ്മയാണ് ഇത് ആക്ച്വലി ചെയ്തു വന്നത്. അപ്പൊ പാരമ്പര്യമായിട്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ എന്റെയിലേക്ക് വന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഫാമിലി ആയിട്ട് ചെയ്തു പോവാണ്. എന്തൊക്കെയാണ് നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്കിവിടെ മെയിൻ ആയിട്ട് 2 തരം ഓയിലുകളാണുള്ളത്. ഒന്ന് നമ്മുടെ എല്ല് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് മാറാനായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഓയിൽ അങ്ങനെയാണ്. പിന്നെ ഒന്ന് വരുന്നത് വെരിക്കോസ് വെയിൻ, ബ്ലഡ് സർക്കുലേഷൻ ഓക്കെ ആവാൻ, അങ്ങനെ പല രീതിയിൽ ഞരമ്പ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് മാറാനുള്ള ഓയിൽ ഇവിടെ അവൈലബിൾ ആണ്. ഇനി എനിക്ക് കാണേണ്ടതും അറിയേണ്ടതും നിങ്ങൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർക്കുന്നത്, അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതാണ് നമുക്ക് അതിലേക്ക്. ഓക്കെ, തീർച്ചയായിട്ടും. നമ്മുടെ ഓയിലിൽ പ്രധാനമായിട്ട് വരുന്ന 3 കണ്ടൻസ് ആണിത്. ഫസ്റ്റ് വൺ ഇതാണ് ചതുരമുല്ല. ഈ ചതുരമുല്ലയുടെ ഇലയ്ക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ ഇല നമ്മൾ ഏത് രീതിയിൽ മടക്കിയാലും അത് പൂർവാവസ്ഥയിലേക്ക് അതുപോലെ തന്നെ തിരിച്ചു വരും. അതെ, അത് തന്നെയാണ് ഇത് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ബോഡിയിൽ വരുന്ന എന്ത് ടൈപ്പ് ഓഫ് ക്ഷതമാണെങ്കിലും, എന്ത് ബുദ്ധിമുട്ടുകൾ, അതിപ്പോ വേദനയാണെങ്കിലും, തേയ്മാനം, എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ ബോഡീനെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക്, നമ്മുടെ രോഗം മാറ്റിയെടുക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് വണ്ണാണ് ഞരമ്പോടല്. ഇത് ശരിക്കും ഇല നമ്മുടെ കയ്യിലിട്ടൊന്ന് കശക്കി കഴിഞ്ഞതിന്റെ ഞരമ്പുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ ഞരമ്പോടല് ഞരമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസിനും വളരെ ബെനിഫിഷ്യൽ ആണ്. ഇത് നമ്മൾ കുറച്ച് നമുക്ക് കൾട്ടിവേഷൻ ഉണ്ട്. പിന്നെ ചിലത് നമ്മൾ കാട്ടിൽ നിന്ന് ആദിവാസികളെ കൊണ്ട് പറിച്ച്, ഈ ഞരമ്പോടലൊക്കെ വളരെ റയർ ആയിട്ടുള്ള ഔഷധമാണ്. അപ്പൊ അത് നമ്മൾ അങ്ങനെ പറിച്ചെടുക്കുന്നതാണ്. ഇതാണ് തേർഡ് കണ്ടന്റ്, ചങ്ങലംപരണ്ട ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. എല്ല് സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നല്ലതാണ്. എല്ല് ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു ഷേപ്പ് തന്നെയാണ് ചങ്ങലംപരണ്ടയ്ക്ക് ഉള്ളത്. അത് നമുക്ക് മെയിൻലി തേയ്മാനത്തിന്റെ ഇഷ്യൂവിന് വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും സ്റ്റിഫ്നെസ് ഉണ്ടാവുക, സ്ട്രോക്ക് കഴിഞ്ഞ ആളുകൾക്ക്, ഡെലിവറിക്ക് ശേഷമുള്ള പെയിൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വളരെ ഗുണമാണ് ഈ ചങ്ങലംപരണ്ട. അപ്പോൾ ഇതിന്റെ 3ന്റെയും കൂടി ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഓയിലാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടാതെ കരിനൊച്ചി, കരിങ്കുറിഞ്ഞി, കുറുന്തോട്ടി, നിലംപരണ്ട, അങ്ങനെ ഒത്തിരി മെഡിസിൻസ് വരുന്നുണ്ട് ഇതിൽ.
ടോട്ടൽ 27 മെഡിസിൻസ് അടങ്ങിയ ഒരു തൈലമാണത്. 27 ഇൻഗ്രീഡിയൻസ് ഇതിൽ വരുന്നുണ്ട് അല്ലേ? 27 കൂട്ടുകൾ വരുന്നുണ്ട്. ഓ, നമ്മൾ ഈ കൂട്ടുകളെല്ലാം നമ്മൾ പല രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. ചിലത് നമ്മൾ കൽക്കമാക്കി എടുക്കും, ചിലത് കഷായങ്ങളാക്കിയിട്ട്, ചിലത് നമ്മൾ ചൂർണ്ണമാക്കി എടുക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, ചിലത് ഉണക്കി വെക്കാനുള്ളത് ഉണ്ടാവും. അങ്ങനെ പല ഫോമിലേക്ക് ആക്കി എടുത്ത് നമ്മൾ പിന്നെ ഉരുളിയിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നേരെ ഉരുളിയിലേക്ക് കയറ്റുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ തൈലമായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്നു. ഇത് നമ്മുടെ തൈലം കറക്റ്റ് അതിൻ്റെ പാകത്തിലേക്ക് വരണമെങ്കിൽ ഈ 4-5 ദിവസം എടുക്കും. തൈലത്തിന് ശരിക്കും 3 പാകങ്ങളാണുള്ളത്: മൃദുഭാഗം, മധ്യമഭാഗം, പിന്നെ ഖരഭാഗം. ഖരഭാഗത്തിലാണ് തൈലം നമ്മൾ ഇറക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു മിഡിൽ സ്റ്റേജിൽ കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 2 ദിവസമായി, ഇതിപ്പോൾ കയറ്റിയിട്ട് 2 ദിവസമായി. കറക്റ്റ് ആ ഫോമിൽ നമ്മൾ തൈലം എടുത്തില്ലെങ്കിൽ തൈലത്തിന് ശരിക്കും അതിൻ്റെതായ ഗുണം നമുക്ക് കിട്ടില്ല. അങ്ങനെയാണ്. പാകമായ ശേഷം നമ്മൾ തൈലം അരിച്ച് സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത്. സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബോട്ടിലേക്ക് നിറയ്ക്കുന്നത്. ഒരാഴ്ച നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് അത് 100 കറക്റ്റ് അതിന്റെ ഫോമിലേക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് വരികയാണ്. ഈ ആയുർബല തൈലത്തിന്റെ പേര് തന്നെ അതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുന്നതാണ്. സ്ട്രെങ്ത് ഓഫ് ലൈഫ് എന്നാണ് ആയുർബലത്തിന്റെ മീനിങ് വരുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ വരുന്ന പെയിൻ ആണെങ്കിലും, എല്ല് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, ഞരമ്പ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, എന്തിനാണെങ്കിലും വളരെ ബെനിഫിഷ്യലാണ് ഈ ഓയിൽ. അതായത് നമ്മുടെ കഴുത്ത് തൊട്ട് കാല് വരെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിന് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് റിവ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വളരെ ജെനുവിൻ ആയിട്ടുള്ള ആളുകൾ വളരെ ജെനുവിൻ ആയിട്ട് പറയുന്ന റിവ്യൂസ് ആണ്. അതെ അതെ, അവര് മനസ്സറിഞ്ഞ് പറയുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഈ തൈലം കൂടുതൽ പോകുന്നത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ്. ആളുകൾ പറഞ്ഞു കേട്ടാണ് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് വന്ന് വാങ്ങിക്കുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ തൈലം പുരട്ടുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലേക്കും കൂടി കുറച്ച് മെഡിസിൻസ് കഴിക്കുന്നത് വളരെ ബെനിഫിഷ്യൽ ആണ്. അപ്പൊ നമ്മൾ അതിന് കൊണ്ടുവന്നേക്കുന്ന ഒരെണ്ണാണ് വജ്രാംഗ ലേഹ്യം. നമ്മുടെ ബോഡി നല്ല വജ്രം പോലെ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലേഹ്യാണിത്. ഇതിലെ മെയിൻ കണ്ടന്റ് വരുന്നത് നമ്മൾ ഈ ഓയിലിൽ വരുന്ന കണ്ടന്റ്സ് ഒക്കെ തന്നെ: ചങ്ങലം വരണ്ട, ചതുരമുല്ല, അതുപോലെ ഞരമ്പോടല്, അത് കൂടാതെ ഒട്ടനവധി മെഡിസിൻസ് ഇതിൽ വരുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ, അതായത് തൈലവും ഈ ലേഹ്യവും ഉപയോഗിക്കാൻ പാടില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. തൈലവും ലേഹ്യവും ഗർഭിണികൾ ഉപയോഗിക്കാൻ പാടില്ല. ഗർഭിണികളെ യൂസ് ചെയ്യേണ്ട നമ്മൾ സ്ട്രിക്ട്ലി പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ ലേഹ്യം നമ്മൾ ഷുഗർ പേഷ്യൻസിന് കൊടുക്കാറില്ല. പകരം അവർക്ക് കൊടുക്കുന്നതാണ് ഈ ചമ്മന്തിപ്പൊടിയും കഞ്ഞിക്കൂട്ടും. ഈ കഞ്ഞിക്കൂട്ട് നമുക്ക് വർഷത്തിലെ ഏത് മാസവും കഴിക്കാം. പല കഞ്ഞിക്കൂട്ടുകളും ഇപ്പൊ കർക്കിടക മാസത്തിൽ മാത്രം കഴിക്കുന്ന കഞ്ഞിക്കൂട്ടുകളൊക്കെ ഉണ്ട്. ഇതങ്ങനെയല്ല, ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ ലേഹ്യത്തിന് വേറെ കുറച്ച് ഗുണങ്ങളും കൂടി ഉണ്ട്. ഡെലിവറി കഴിഞ്ഞ ലേഡീസിന് മുലപ്പാല് വർദ്ധിക്കാനായിട്ട്, നല്ല ബോൺസിനൊക്കെ നല്ല ഹെൽത്ത് ഉണ്ടാവാൻ, അവരുടെ വേദനകൾ കുറയ്ക്കാൻ നല്ലതാ. പിന്നെ ആർത്തവം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉള്ളവരുണ്ട്. അപ്പൊ ആർത്തവം പ്രോപ്പർ ആക്കാൻ, നമ്മുടെ ഗർഭപാത്രം ഒന്ന് സ്ട്രോങ് ആക്കാനായിട്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വളരെ ഗുണകരമാണ്. നെക്സ്റ്റ് വരുന്ന പ്രൊഡക്റ്റ് ആയുർബല ബാം ആണ്. ഇത് ഇപ്പോൾ ന്യൂ ജനറേഷൻ മിക്കവർക്കും തന്നെ ഓയിലുകൾ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. അതുപോലെ ട്രാവൽ ഫ്രണ്ട്ലി അല്ല തൈലം എന്ന് പറയുന്നത്. പലരും നമ്മുടെ അടുത്ത് പറയാറുണ്ട് തൈലം യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ആയുർബല ബാം. ഒരു ഗ്രീൻ കളറാണത്. ഇത് നമുക്ക് കൊണ്ട് നടക്കാനൊക്കെ എളുപ്പമാണ്, വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ ആ ഓയിൽ പുരട്ടിയതിന്റെ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ സെയിം ഗുണങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത്. ഈ ആയുർബല ബാം എന്ന് പറയുന്നത് നമ്മുടെ ചങ്ങലം വരണ്ട തൈലത്തിന്റെയും അതുപോലെ ആയുർബല തൈലത്തിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ചില ആളുകൾക്ക് ബോഡിയിൽ ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാവും, നീർക്കെട്ട്, അങ്ങനെയുള്ള ഭയങ്കര ഇഷ്യൂസ് ഉള്ളവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. ഇത് ഹെർബൽ റാപ്പാണ്. ഇത് മെഡിസിൻസ് ആണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത്. ഇതിലേക്ക് നമ്മുടെ ഓയിൽ ഒഴിച്ചിട്ട് എവിടെയാണോ വേദനയുള്ളത് ആ പോർഷനിൽ കെട്ടിവെച്ച് കഴിഞ്ഞാൽ വേദനയും നീരും ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ വളരെ സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവരോട് 2 നേരം ഓയിൽ എടുക്കാനാണ് പറയുന്നത്, പുരട്ടാൻ പറയുന്നുണ്ട്. അപ്പൊ രാത്രി യൂസ് ചെയ്യുമ്പോൾ ഡ്രസ്സിലൊക്കെ ആവും. അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് ഇത് റാപ്പ് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സിലാവുകയില്ല, കുറച്ചും കൂടി ഗുണം കൂടുതൽ കിട്ടാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇത് കൂടാതെ ഫേസിനും സ്കിന്നിനും നല്ല നിറം വെക്കാനും, കരിവാളിപ്പ്, കരിമകലും, കറുത്ത പാടുകളൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫെയർനെസ് ഓയിൽ, ഫേസ് പാക്ക്, ഒറിജിനൽ ക്രീം നിറത്തിലുള്ള കസ്തൂരി മഞ്ഞളും, മുടി കൊഴിച്ചിൽ മാറ്റി മുടി നല്ല ഹെൽത്തി ആവാനായിട്ട് ഹെയർ ഓയിൽ, താളിപ്പൊടി, ഷാംപൂ, താരന് ദന്തപാല ഓയിൽ, നീലാമരിപ്പൊടി, പിന്നെ ചുണ്ടുകളുടെ കറുപ്പൊക്കെ മാറ്റി ചുണ്ട് നല്ല റെഡിഷ് ആവാനായിട്ട് ലിപ് ബാം, ആയുർവേദ കൺമഷി, ഒറിജിനലായിട്ടുള്ള തേൻ, വിർജിൻ കോക്കനട്ട് ഓയിൽ, നാൽപ്പാമരാതി എണ്ണ, ഹെയർ, സ്കിന്ന്, അതുപോലെ ഓവറോൾ നല്ല ഹെൽത്ത് കിട്ടാനായിട്ട് ക്വാളിറ്റി ഒട്ടും തന്നെ പോവാതെ നമ്മളിവിടെ തന്നെ പൊടിച്ചെടുക്കുന്ന ബയോട്ടിൻ പൗഡർ, സ്കിന്നിന് വളരെ യൂസ്ഫുള്ളായ കറുത്തപാടുകളൊക്കെ നീക്കി ഇറിറ്റേഷൻസ് അതുപോലെ അതെല്ലാം മാറ്റിയിട്ട് നിറം നന്നായിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സെൻസിറ്റീവ് സ്കിന്നിന് പോലെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള റോസ് മിൽക്ക്, ഹണി ഓട്സ്, നാൽപ്പാമരാതി സോപ്പ്, നീം തുളസി സോപ്പ്, ഇങ്ങനെ 4 കൈൻഡ് ഓഫ് സോപ്പുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം 100% നാച്ചുറലാണ്, സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല.
പിന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെർബൽ കോഫി പൗഡറായ ജാപ്പിപ്പൊടി, ടൂത്ത് പൗഡർ എന്നിവയും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾ ഇവിടെ ഇത് ചെയ്യുന്നതിന് ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ലൈസൻസ് ഉള്ള പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ആയുർവേദ ഡ്രഗ് ലൈസൻസ് ഉള്ളതാണ്. അതുപോലെ ഫുഡ് പ്രൊഡക്ട്സിന് നമുക്ക് FSSAI ലൈസൻസും വരുന്നുണ്ട്. എല്ലാ ലൈസൻസോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ലാബ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടാണ് നമ്മളിവിടെ പോകുന്നത്. നിഹാരിയിലെ ഡോക്ടർ രശ്മി രാകേഷാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ഈ ഒരു തൈലത്തിന് ഇത്രമാത്രം ഗുണമുണ്ടാകാനുള്ള ഒരു കാരണം എന്താണ്? ഇതിൽ മെയിൻ ആയിട്ട് 3 ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. ചങ്ങലം വരണ്ട, ചതുരമുല്ല, ഞരമ്പോടൽ. ഇതിൽ ഞരമ്പോടൽ നെർവൈൻ റിലേറ്റഡ് കംപ്ലൈൻസിനെല്ലാം വളരെ റിസൾട്ട് ഉള്ള മരുന്നാണ്. പിന്നെ ചങ്ങലം വരണ്ട കാൽഷ്യം സപ്ലിമെന്റ് ആണ്, പെയിൻ കില്ലറാണ്. അതേപോലെ ചതുരമുല്ലയും പെയിൻ കില്ലറാണ്. അപ്പോൾ ഇത് മൂന്നിൻ്റെയും ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓവറോൾ ബോഡിയിലുള്ള സകല പെയിനും കുറയ്ക്കാൻ നമുക്ക് നല്ല റിസൾട്ട് തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തൈലം ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത്രയും ആളുകൾ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതേപോലെ ഡോക്ടർ എല്ലാ സമയത്തും ഇവിടെ അവൈലബിൾ ആയിരിക്കും എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. അതെങ്ങനെയാണ് പറയുന്നത്? കൂടുതലും ഓൺലൈൻ കൺസൾട്ടേഷൻ വഴി ഉണ്ടാവും. പിന്നെ നമ്മളുടെ ക്വയറി അനുസരിച്ച് വന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വിളിച്ച് അവർ അതിൻ്റെ ടൈമും ഡേറ്റും തരും. ആ സമയത്ത് വന്നാൽ നമുക്ക് നേരിൽ കൺസൾട്ടേഷൻ ഉണ്ടാവും. ഒത്തിരി പേര് നമ്മുടെ തൈലം ഉപയോഗിച്ചിട്ട് വേദനയൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവുകയും അവരുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറഞ്ഞിട്ട് ഓരോരുത്തരും പറഞ്ഞറിഞ്ഞാണ് നമ്മുടെ ഈ തൈലം ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടുള്ളത്. നാട്ടിലുള്ളവർ മാത്രമല്ല, വിദേശത്തുള്ളവരും നമ്മുടെ തൈലം വാങ്ങിച്ച് ഉപയോഗിക്കുന്നവർ ഒത്തിരി ഉണ്ട്. നിറത്തിനോ മണത്തിനോ വേണ്ടി നമ്മൾ യാതൊരുവിധ കെമിക്കൽസും ചേർക്കുന്നില്ല. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും 100% നാച്ചുറലാണ്. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് ഇന്ന് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ കൂടുതലായിട്ടും കൊറിയർ ആയിട്ട് അയക്കുന്നത്. കൊറിയർ ആണ് ചെയ്യുന്നത്. കേരളത്തിൽ മാത്രമാണോ ചെയ്യുന്നത്? അല്ലല്ല, നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ജർമ്മനി ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളിലേക്കും കൊറിയർ പോകുന്നു. ഞാൻ ഇവിടെ വരുന്നത് വരെ ഞാൻ ചിന്തിച്ചത് കേരളത്തിൽ മാത്രം നിങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒത്തിരി കസ്റ്റമേഴ്സ് പുറത്തും ഉണ്ട്. നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ് നമ്മുടെ പ്രൊഡക്ട്സ്. അതിലെന്താണ് നമ്മൾ ടൈപ്പ് ചെയ്ത് അതിൽ നമ്മുടെ നിഹാരി ഹെർബൽസ് എന്ന് ടൈപ്പ് ചെയ്ത് ചങ്ങലം വരണ്ട തൈലം ആണെങ്കിൽ പേരടിച്ചു കൊടുക്കുക. അതുപോലെ നിഹാരി ഹെർബൽസ് ആയുർബല തൈലം ആണെങ്കിൽ അങ്ങനെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കൂടാതെ നമുക്ക് വെബ്സൈറ്റും ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റിന്റെ വരുന്നത് ഡൊമൈൻ വരുന്നത് www.nihariherbals.com എന്നാണ് വരുന്നത്. ഇത്രയാണ് നിഹാരി ഹെർബൽസിന്റെ വിശേഷങ്ങൾ. നല്ല അടിപൊളി കാഴ്ച അല്ലേ? വേദനയ്ക്കുള്ള ഏറ്റവും വലിയൊരു സഹായം എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്രയും നല്ല രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇവിടുന്ന് നിഹാരി ഹെർബൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരുടെയും റിവ്യൂസ് നമ്മൾ കേട്ടു, പലരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു. ഇതൊക്കെ അവർ ജെന്യൂൻ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ തീർച്ചയായും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കുക, നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.